മുൻപ് വിഷയവുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി ശ്രീ സ്റ്റാലിൻ ദേവൻ അദ്ദേഹവും കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധിയെ എങ്ങനെ എത്രത്തോളം മൂല്യത്തിൽ എടുക്കാൻ കഴിയുന്നതാണ് സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചു എന്ന് പറയുന്നത്? കാരണം എത്രത്തോളം ഗുണകരമാകും ഇത് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ സർക്കാർ പുറത്തു പോകുന്നതിന് മുമ്പായിട്ട് 2 മാസം മുമ്പായിട്ട് 4/2/2026 വഖഫ് ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കാരണം കഴിഞ്ഞ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു പോയത്. അപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമം വരുന്നതിന് മുമ്പായിട്ട് ഈ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത് കുറെ പേരെ സർക്കാർ നോമിനേറ്റ് ചെയ്യുകയും ബാക്കി കുറെ പേരെ തെരഞ്ഞെടുക്കപ്പെടുകയും ആണ് ഉണ്ടായിരുന്നത്. അതായത് എംപിമാരെ തെരഞ്ഞെടുത്തിരുന്നത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം എംപിമാരുടെ ഇലക്ടറൽ കോളേജ് ആയിരുന്നു. അങ്ങനെ തന്നെ MLA, അങ്ങനെ തെരഞ്ഞെടുപ്പ് കം നോമിനേഷൻ അങ്ങനെയായിരുന്നു. എന്നാൽ അതിലെന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം മതവിഭാഗത്തിലെ പിന്നോക്കക്കാർക്കൊന്നും തന്നെ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുമായിരുന്നില്ല. കാരണം ഇവരൊക്കെ തന്നെ MP, MLA എന്നൊക്കെ ഉള്ള ഒക്കെ മിക്കവാറും സുന്നി ആൾക്കാരായിരിക്കും. അവർ വെൽ ടു ഡു ആൾക്കാരായിരിക്കും, പണവും സ്വാധീനവും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ പുതിയ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ ഈ തെരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ മാറ്റിയതിനു ശേഷം എല്ലാ 11 അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യണം എന്നുള്ള വ്യവസ്ഥ കൊണ്ടു. അതില് മുസ്ലിം മതവിഭാഗത്തിലെ എല്ലാ ഉപമത വിഭാഗങ്ങൾക്കും കഴിയുന്നത്ര പ്രാതിനിധ്യം നൽകണം എന്നുള്ള ഒരു നിബന്ധന കൊണ്ടുവന്നു. അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനെ കഴിച്ചിട്ടുള്ള അംഗങ്ങളിൽ മിനിമം 2 പേരും മാക്സിമം 3 പേരും നോൺ മുസ്ലിം മെമ്പേഴ്സ് ആയിരിക്കണമെന്ന വ്യവസ്ഥയും കൊണ്ടുവന്നു. അതുകൂടാതെ ഈ സർക്കാരിലെ ഈ വഖഫ് വിഷയം കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പിലെ ഒരു ജോയിന്റ് സെക്രട്ടറിയെ അതിലെ എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാർ കൗൺസിൽ മെമ്പർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിയമിക്കണമായിരുന്നു. എന്നാൽ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഈ 11 അംഗ ബോർഡില് 9 പേരെ മാത്രം നോമിനേറ്റ് ചെയ്തു. 2 വേക്കൻസി വെറുതെ ഇട്ടിരുന്നു. നോൺ മുസ്ലിം മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരുന്നില്ല. എന്നാൽ ഈ അപ്പോയിന്റ് ചെയ്യപ്പെട്ട 9 അംഗങ്ങളും സുന്നി വിഭാഗക്കാർ മാത്രമായിരുന്നു. മറ്റുള്ള വിഭാഗങ്ങൾക്ക് ഒരു പ്രാതിനിധ്യവും നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ ഈ അസംബ്ലിയെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഒരു MLA നിയമിക്കണം. അപ്പോൾ അതിൽ അഹമ്മദ് കുട്ടി മാത്രമായിരുന്നു നിയമിച്ചത്. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം MLA അല്ലാതായി മാറി, തെരഞ്ഞെടുപ്പ് വന്നു. എന്നാലും അദ്ദേഹവും തുടർന്ന് ഈ വഖഫ് ബോർഡിൽ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ ഷോൺ ജോർജ് ആദ്യം ഒരു പരാതി കൊടുത്തു. അതിൽ ആവശ്യപ്പെട്ടത് 2 നോൺ മുസ്ലിം മെമ്പേഴ്സിനെ നിയമിക്കേണ്ടതാണ്, നിയമിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ആ നോക്കുകയാണെങ്കിൽ നോൺ മുസ്ലിം മെമ്പേഴ്സിനെ എവിടെയെങ്കിലും നിയമിക്കാൻ പറ്റത്തില്ല. ഈ നേരത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വഖഫ് ബോർഡിന്റെ 2 വേക്കൻസികൾ ഒഴിവുണ്ടായിരുന്നെങ്കിലും അതിൽ ഒന്നിൽ ഒരു നോൺ മുസ്ലിം മെമ്പറിനെ അപ്പോയിന്റ് ചെയ്യാൻ സാധ്യമേ ആയിരുന്നില്ല. അതുകൊണ്ട് ഷോൺ ജോർജിന്റെ ആവശ്യം അംഗീകരിക്കാൻ കോടതിക്ക് കഴിഞ്ഞു. പിന്നെ ഒരു ക്രിസ്ത്യൻ സംഘടന ഒരു ഹർജി കൊടുത്തു. അതിൽ അവർ ആവശ്യപ്പെട്ടത് ഇതേ കാര്യമായിരുന്നു. 2 നോൺ മുസ്ലിം മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല, അത് അപ്പോയിന്റ് ചെയ്യണം. അതുപോലെ മറ്റൊരു മുസ്ലിം സംഘടന ഒരു ആവശ്യം ഉന്നയിച്ചു. അതായത് ഈ സുന്നിക്കാരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ, അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ല എന്നതാണ്. അതിനെ തുടർന്നാണ് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് പെറ്റീഷൻസ് ഒക്കെ ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാനുള്ള കാരണങ്ങൾ അതിൽ ഉന്നയിക്കാത്തത് കൊണ്ടാണ് ഞാനൊരു പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചത്. അപ്പൊ ഞാൻ അതിന് ഈ കാര്യങ്ങളൊക്കെ എടുത്തു കാണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 4 കേസും കൂടി ഒന്നായിട്ട് പരിഗണിക്കുകയും അപ്പോൾ ഇന്ന് വഖഫ് ബോർഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പോ സർക്കാർ വന്നിട്ട് നമുക്ക് അനുകൂലമായ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യും. അപ്പോൾ ഇന്ന് വഖഫ് ബോർഡ് പറഞ്ഞത് ഞങ്ങൾക്ക് ആ അഫിഡവിറ്റ് വായിക്കണം. ഒരു ഖണ്ഡികയേ ഉള്ളൂ, ചെറിയൊരു അഫിഡവിറ്റ്, അതുകൊണ്ട് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ കോടതി അപ്പോഴാണ് നമ്മുടെ എന്റെ അഡ്വക്കേറ്റ് ലക്ഷ്മി ശ്രീധരൻ. അപ്പോ കോടതി പറഞ്ഞു ഈ അപ്പോയിന്റ്മെന്റ് നടത്തിയതിന് കുഴപ്പമൊന്നുമില്ല. കാരണം MP തന്നെയാണ് MLA നിയമിക്കുന്നത്, MLA തന്നെ നിയമിച്ചു. ഈ നിയമവിരുദ്ധമായ നിയമനം വല്ലതും ഉണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ജോയിന്റ് സെക്രട്ടറിക്ക് പകരം ലോ ഡിപ്പാർട്ട്മെന്റിലെ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബോർഡിന് കണ്ടിന്യൂ ചെയ്യാനുള്ള അർഹതയില്ല എന്ന് എന്റെ വക്കീൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇന്റർവ്യൂ കൊണ്ടിട്ടു. അതായത് അടുത്ത ആഴ്ച കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നത് വരെ വഖഫ് ബോർഡ്
ഈ പ്രാധാന്യമുള്ള ഒരു വിഷയങ്ങളിലും ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ജുഡീഷ്യലായിട്ടുള്ള കോടതികളിൽ കേസ് നടത്താൻ പോലും ഈ ഒരാഴ്ചയ്ക്ക് വഖഫ് ബോർഡുകൾക്ക് അധികാരം അല്ലെങ്കിൽ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഇന്ന് കോടതി ഉത്തരവിട്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ അനധികൃതമായി നിയമിക്കപ്പെട്ട നിയമപരം അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വഖഫ് ബോർഡായിരുന്നു നമ്മുടെ ഉമ്മീദ് പോർട്ടലിൽ മുൻപത്തെ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴുള്ള വഖഫ് ബോർഡിനെ പിരിച്ചുവിടുകയും അതുപോലെ തന്നെ ഈ ഉമ്മീദ് പോർട്ടലിൽ മുൻപത്തെ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ നടപടിയും ക്യാൻസൽ ചെയ്യപ്പെടും എന്നുള്ളതാണ് എന്റെ പരിപൂർണമായ വിശ്വാസം. എന്തായാലും ഒരാഴ്ചത്തേക്കാണ് താൽക്കാലികമായിട്ട് ഈ നിരോധനമുള്ളത്. അത് നീണ്ടുപോകുകയും അവസാനം ഇപ്പോഴുള്ള വഖഫ് ബോർഡിനെ പിരിച്ചുവിടുകയും ചെയ്യും. കാരണം അത്ര ജസ്റ്റായിട്ടുള്ള കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ പൊതു താല്പര്യ ഹർജി കൊടുത്തിരിക്കുന്നത്.